നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പാറ്റാ സമരം ഡൽഹി ജന്തർ മന്ദറിൽ കൊഴുക്കുകയാണ്, തകർക്കുകയാണ്, പുതിയ മാനം കൈവരിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നാം ഒന്ന് ഓട്ടപ്രദക്ഷിണം ചെയ്യാം. പക്ഷേ അതിനു മുൻപ് ഈ കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഇന്നലെ മുതൽ ഈ സമരത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രതികരണങ്ങൾ, ഈ സമരത്തെ പ്രതിയുള്ള പ്രതികരണങ്ങളിൽ ഒരു വലിയ മാറ്റം ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു സെസമിക് ഷിഫ്റ്റ് എന്ന് പറയും. ഒരു സെസ്മിക് ഷിഫ്റ്റായിട്ട് തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികളുടെ ഭാഗത്ത് നിന്ന്. ഹിന്ദിയിൽ സൊനാക്ഷി സിൻഹയെ പോലുള്ളവർ, സൊനാക്ഷി സിൻഹ, ഇക്ബാൽ ഖാൻ എന്നോ അങ്ങനെ എന്തോ ആണ് അവരുടെ ഇപ്പോഴത്തെ പേര്. കേരളത്തിലാണെങ്കിൽ ഭാവനയെ പോലുള്ള, സിനിമാ നടി ഭാവനയെ പോലുള്ള താരങ്ങൾ, ഇവരൊക്കെ സോനം വാങ്ചുക്ക് വലിയ വാങ്ചുക്കാണ്, അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് അവരൊക്കെ ഈ സമരത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ള രീതിയിൽ ജന്തർ മന്ദറിൽ ആളെത്തണം, സോനം വാങ്ചുക്കിനെ മരിക്കാൻ വിട്ടുകൊടുക്കരുത്, മരണത്തിന് വിട്ടുകൊടുക്കരുത്, അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി പല രീതിയിലുള്ള അവരുടെ ഭാഷാപ്രയോഗങ്ങളെല്ലാം വേറെയാണ്. അവർ അവരുടേതായിട്ടുള്ള സുരക്ഷ കണക്കാക്കിക്കൊണ്ട് തന്നെ, കാരണം അവർക്കെല്ലാവർക്കും ആത്യന്തികമായി അറിയാം ഇത് അടിസ്ഥാനപരമായിട്ടൊരു തട്ടിപ്പ് സമരമാണെന്നുള്ളത്. എന്നാലും ഈ പറയുന്നത് പോലെ അവർക്ക് എന്തെങ്കിലും ഗുണഗണങ്ങൾ കിട്ടുന്ന അത് സാമ്പത്തികമാകാം, മറ്റെന്തെങ്കിലും തരത്തിലുമാകാം, അത്തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടുന്ന ഒരു PR ഏജൻസികളുടെ സമീപനം കാരണം, അല്ലെങ്കിൽ PR ഏജൻസികളുടെ ഒരു വാഗ്ദാനങ്ങൾ കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. ഇതൊരു പരസ്യം തന്നെയാണ്, അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സാമൂഹിക പ്രതിബദ്ധത കൊണ്ടുള്ള പ്രതികരണമൊന്നുമല്ല. അതിനും അപ്പുറത്തേക്ക് സെലിബ്രിറ്റികൾക്കും അപ്പുറത്തേക്ക് ചില വാർത്താ ചാനലുകളെ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കൃത്യമായിട്ട് ഈ CJPക്ക് പിന്നിലുള്ള ശക്തികൾ കയ്യിലെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദൃശ്യമാധ്യമത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, ഏറ്റവും മുതിർന്ന ഒരു പ്രവർത്തകനെ അവർ കയ്യിലെടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ്യും വൈകുന്നേരം 7:45. ആ പ്രോഗ്രാമിൽ ഉണ്ടെന്നേ, അങ്ങനെയാണെന്നേ, കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ ഒരു പ്രകൃതിയിൽ കാര്യങ്ങളിങ്ങനെ അയവറക്കുന്നത് പോലെ ഒരു 15 മിനിറ്റ്, അതിൻ്റെ പേരിൽ ഇന്നോ ഇന്നലെയോ എന്തോ ഒരു വടക്കേക്കര ഫാദർ വെടക്കൻ അവാർഡോ അങ്ങനെ എന്തോ ഒരു അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ പോലും ഈ പാറ്റാ സമരത്തിനെ, പാറ്റകൾ മോദിയെ വിറപ്പിക്കുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടി, എന്നാൽ അകത്ത് പറയുന്നത് മോദി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ്. ആ സെഗ്മെൻറ്റിൽ, ആ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സോനം വാങ്ചുക്ക് ഒരു വലിയ വാങ്ചുക്കാണ്, മഹാനാണ്. ലഡാക്കിൽ അദ്ദേഹം കശ്മീരികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാർ പിടിച്ചകത്തിട്ടു. പിന്നെ കോടതിയുടെ ഇടപെടലിലൂടെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അവിടുന്ന് തന്നെ കള്ളങ്ങളുടെ ഒരു നീണ്ട ശൃംഖല തുടങ്ങുന്നു. കാരണം ഈ സോനം വാങ്ചുക്ക് ലഡാക്കിൽ കലാപമുണ്ടാക്കിയത്, ലഡാക്കിന് സംസ്ഥാന പദവി വേണമെന്നുള്ള ദീർഘകാലമായി അവിടെ നിലനിൽക്കുന്ന ഒരു ആവശ്യത്തിൻ്റെ മറ പിടിച്ചാണ്. യുവാക്കളെ കലാപത്തിന് പ്രേരിപ്പിക്കുകയും വലിയ അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ നാഷണൽ സെക്യൂരിറ്റി ആക്ട് ചുമത്തി ഈ വ്യക്തിയെ പിടിച്ചകത്തിട്ടു. 6 മാസങ്ങൾ തടവിലിട്ടതിന് ശേഷം ഇപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, ഞാൻ ഇനി സമാധാനത്തിൻ്റെ പാതയിലാണ് എന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ വെറുതെ വിടുകയാണ് എന്നുള്ള രീതിയിൽ ഇയാളെ ഇറക്കി വിടുകയാണ്. അയാളുടെ പേരിലുള്ള കേസ് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കേസ് ഒഴിവാക്കിയിട്ടില്ല. ഇയാളെ ഈ NSA, നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഒരാളെ വിചാരണ കൂടാതെ തന്നെ 12 മാസങ്ങളോളം തടവിൽ പാർപ്പിക്കാം. അതിൽ 6 മാസങ്ങൾ തടവിൽ പാർപ്പിച്ചതിന് ശേഷം മര്യാദക്കാരനായി, നല്ല നടപ്പിന് 6 മാസം അകത്തിട്ട് നല്ല നടപ്പുകാരനായി പുറത്തു വിട്ടതാണ് സോനം വാങ്ചുക്കിനെ. അന്ന് മുങ്ങിയ ഈ വാങ്ചുക്ക് പിന്നെ പൊങ്ങുന്നത് ജന്തർ മന്ദറിലാണ്, ഈ പാറ്റകളുടെ സമരത്തിന്. അവിടെ ചെന്ന് നിരാഹാരം കിടന്ന് പെട്ടുപോയി. ആ നിരാഹാരത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ കോടതിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ സോനം വാങ്ചുക്കിൻ്റെ പത്നിയുടെ ഹർജി സുപ്രീം കോടതി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അനന്തമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പോലുള്ളൊരു വ്യവസ്ഥയിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിന് ഒരു പരിധി അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, പരിമിതി സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ലഡാക്ക് എന്ന് പറയുന്നത് അതിർത്തി പ്രദേശമാണ്. ചൈനയും പാകിസ്ഥാനുമായിട്ട് ഭാരതത്തിന് ഒരുപാട് സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയുമാണ്. അത്തരത്തിലുള്ളൊരു പ്രദേശത്ത് ഈ സോനം വാങ്ചുക്കിനെ പോലെ വിദേശ ശക്തികളുടെ പിണിയാളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ തുറന്നു വിടണമെന്നുള്ളൊരു വിധി
വളരെ സരളമായി വിധിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്ന് കോടതിക്കറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പച്ചക്കള്ളമായിട്ട് പറയുന്നത് കോടതിയുടെ ഇടപെടലിൽ കൊണ്ടാണ് സോനം വാങ്ചുക് NSA ചുമത്തി അകത്താക്കപ്പെട്ടിട്ടും ഒടുവിൽ പുറത്തിറങ്ങിയത് എന്നാണ്. പിന്നീട് ഇദ്ദേഹം പറയുന്നത് സോനം വാങ്ചുക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിരാഹാരം കിടക്കുന്നത്. പ്രത്യക്ഷത്തിൽ അതേ, പക്ഷേ നീറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയ്ക്കെതിരെ തുടങ്ങിയ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് തുടങ്ങിയ സമരം ഒടുവിൽ അള്ളായുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന, ഹിന്ദുത്വത്തെ ഇകഴ്ത്തുന്ന, നരേന്ദ്രമോദിയുടെ തലവെട്ടണമെന്ന് പറയുന്ന മറ്റ് പല സമൂഹത്തിലെ അശ്ലീല ഘടകങ്ങളും നിത്യമായി വന്നു ചേരുന്ന ഒരു ചെറിയ സമരമായി ചുരുങ്ങി 20 ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന സോനം വാങ്ചുക്കിന് ഒരിറ്റ് വെള്ളം പോലും രഹസ്യമായി കുടിക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസ് ക്യാമറ വരെ സ്ഥാപിച്ചു. അതേ തുടർന്ന് സോനം വാങ്ചുക്കിൻ്റെ അഭിഭാഷകൻ തന്നെയാണ് കോടതിയിലെത്തി സോനം വാങ്ചുക്കിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞതും ഡൽഹി പോലീസ് അതേ തുടർന്നുള്ള നടപടിയെടുത്തതും. ഇന്ന് രാവിലെ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷേ അത് സോനം വാങ്ചുക്കിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ്, സമ്മതത്തിന് വിരുദ്ധമായിട്ടാണ് തുണിയിൽ പൊതിഞ്ഞാണ്ട് എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഈ പാറ്റ പാർട്ടിയുടെ നേതാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അഭിജിത്ത് ദിപ്കെ ഒരാവേശത്തിൽ ഇപ്പോൾ കയറി നിരാഹാരം കിടന്നിട്ടുണ്ട്. ഇനി അവിടെ പട്ടിണി കിടന്ന് നട്ടലൊട്ടി പിടിക്കുമ്പോൾ, കാരണം ഈ കഴിഞ്ഞ 20 ദിവസമായി സോനം വാങ്ചുക്കിനെ പട്ടിണി കിടത്തി ചുറ്റുമിരുന്ന് ബിരിയാണിയും സമോസയും ഒക്കെ അടിച്ച് നല്ല സുഖമായിട്ട് സോനം വാങ്ചുക്കിന് അയാൾ തന്നെ പറയുന്നത് 8.5 കിലോ കുറഞ്ഞു എന്നാണ്. അഭിജിത്തോ ഈ നേതാവിന് ഒരു 80 കിലോ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിരാഹാരത്തിന് ചാടി കയറി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ദിവസവും രാവിലെ പ്രതിഷേധ സ്ഥലത്ത് വരും, പെൺപിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ സെൽഫി എടുക്കും, പിന്നീട് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ ഒരു സുഖജീവിതമാണ് ഇയാൾ നയിച്ചു പോന്നിരുന്നത്. ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു രൂപം മാറുന്നു എന്നിവർ പറയുവാനുള്ള കാരണം പ്രതിപക്ഷ സംഘടനകളിലെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ ചേരുന്നു എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിരുന്നു. SFIയും AYFും എല്ലാം ഇതിൽ ചേരുമെന്നുള്ളൊരു അറിയിപ്പ് വന്നിരുന്നു. ഇന്ന് വൈകുന്നേരമായപ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൽ നിന്ന് മാറ്റിയത് ശരിയായില്ല, വിദ്യാർത്ഥി സമരത്തെ തകർക്കുവാൻ സാധിക്കില്ല. ഇത് വിദ്യാർത്ഥി സമരമൊന്നുമല്ല, അടിസ്ഥാനപരമായിട്ട് രാജ്യവിരുദ്ധ സമരമാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടവർ പ്രക്ഷോഭമുണ്ടാക്കുമെന്നാണ് ഭീഷണി. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മാധ്യമപ്രവർത്തകനിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം പറയുന്ന നുണകളുടെ ശൃംഖലയിൽ അടുത്ത നുണ എന്ന് പറയുന്നത് ഈ സോനം വാങ്ചുക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പട്ടിണി കിടക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നാം സോനം വാങ്ചുക്കിനെ പിന്തുണയ്ക്കണം എന്നുള്ള രീതിയിലാണ് ഈ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇന്നലെ ഈ പരിപാടി അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ യുവാക്കൾ രാജ്യം വിട്ടു പോവുകയാണ് നിരന്തരമായിട്ട്. അതിനെ തടയുവാനായിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മെച്ചപ്പെടുത്തുവാനായിട്ട് നാം സോനം വാങ്ചുക്കിനെ പിന്തുണച്ചേ മതിയാകുകയുള്ളൂ. അടിസ്ഥാനപരമായി സോനം വാങ്ചുക് വിദ്യാർത്ഥികൾക്കോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അയാളുടെ പേരിൽ പ്രചരിക്കുന്ന കഥകളിലെ അയാൾ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ മറ്റൊരു സോനം വാങ്ചുക് കണ്ടുപിടിച്ചതാണ്, ഇയാൾ അടിച്ചു മാറ്റി സ്വന്തം പേരിലാക്കിയതാണ്. ഒരു കുറുക്കനായതുകൊണ്ട്, ബുദ്ധിമാനായതുകൊണ്ട് അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ എന്നുള്ളത്. അയാളുടെ സ്വന്തം കണ്ടുപിടുത്തമായി പറയപ്പെടുന്ന ഐസ് തൂബ എന്നുള്ള ഒരു ഗ്ലേഷ്യൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. മഞ്ഞ് പാളി ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളം ഒരു കൃഷി ചെയ്തെടുക്കുക, ഹാർവെസ്റ്റ് ചെയ്തെടുക്കുക, വെള്ളം വിളവായി എടുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. ഈ ഐസ് തൂബ എന്നുള്ളത് വർഷങ്ങളായി മലമ്പ്രദേശങ്ങളിൽ, മഞ്ഞുമലകളുടെ പ്രദേശങ്ങളിൽ പലരും ചെയ്തു വരുന്ന ഒരു പുരാതനമായ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സോനം വാങ്ചുക് ഒരു എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതിനപ്പുറത്തേക്കൊരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു അതീവ തീക്ഷ്ണശാലിയായ ഒരു ദേശസ്നേഹിയോ ഒന്നുമല്ല. അയാൾ ഒരു തട്ടിപ്പുകാരനുമാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഈ രമൺ മാഗ്സസെ അവാർഡിലൂടെ അതിൻ്റെ പിന്നാലെ വരുന്ന പല കോൺട്രാക്റ്റുകളും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പോകാനോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ നടത്തുവാനുള്ള ക്ഷണങ്ങളിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ പുറം രാജ്യത്തുള്ള ഭാരതത്തെ തകർക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ശക്തികളിൽ നിന്ന് കൈപ്പറ്റുന്ന മറ്റൊരു കൈക്കൂലി അല്ലെങ്കിൽ പിണിയാളാണ് സോനം വാങ്ചുക്. അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല സോനം വാങ്ചുക്. പക്ഷേ ഇപ്പോൾ ഈ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന, സജീവമാക്കപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പിണിയാളുകളുണ്ടല്ലോ, അതായത് ഈ വായ്ത്താളം അടിക്കുന്നവർ. പിണിയാളുകൾ എന്ന് പറഞ്ഞാൽ കളത്തിലിറങ്ങി പണിയെടുക്കുന്നവരല്ല, ഒരു വാടകവാകൾ. ഈ വാടകവാകളുടെ എല്ലാം ഭാഷ വ്യത്യസ്തമാണ്, അത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
വ്യക്തിഗതമായി അവരുടെ ഒരു സുരക്ഷ നോക്കിക്കൊണ്ടാണ് അവർ ഇതിനെ അവതരിപ്പിക്കുന്നത്, സോനം വാങ്ചുക്കിന് പിന്തുണ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ വ്യത്യസ്തമാണ്, പക്ഷേ അതിൻ്റെ പിന്നിലെ ആശയം കൃത്യമാണ്. സോനം വാങ്ചുക്കിന് പിന്തുണ നൽകുന്നു എന്ന പേരിൽ ജന്തർ മന്തർ കലാപകലുഷിതമാക്കുക, നരേന്ദ്രമോദി സർക്കാരിന് മേൽ സമ്മർദ്ദങ്ങൾക്ക് മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുക. പ്രത്യേകിച്ച് പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുവാൻ പോവുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുവാൻ പോകുമ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ, FCRA ഭേദഗതികൾ, ഇത്തരത്തിലുള്ള നിരവധി ബില്ലുകൾ 2/3 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാനുള്ള ശ്രമങ്ങളിലാണ് BJP. അതിലേതാണ്ട് അവർ വിജയിച്ചു കഴിഞ്ഞിരുന്നു. ഇനി 6 വോട്ടുകളുടെ കുറവ് മാത്രമേ അവർക്ക് 2/3 ഭൂരിപക്ഷം ലോക്സഭയിൽ നേടുന്നതിലേക്ക് കുറവുള്ളൂ. അതുതന്നെ മിക്കവാറും ലോക്സഭാ സമ്മേളനം തുടങ്ങി അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ആ വിടവ് നികത്തപ്പെടും. ആ ഭയം പ്രതിപക്ഷത്തിനുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഈ അജയ പ്രയാണത്തെ തടയുക എന്നുള്ളത് അസാധ്യമാകും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ശക്തികൾ, പ്രത്യേകിച്ച് FCRA പോലുള്ള ബില്ലുകളിൽ നിയമവ്യവസ്ഥയിൽ വരുത്തുന്ന ഭേദഗതികൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാർക്കും മറ്റ് രാജ്യവിരുദ്ധ ശക്തികൾക്കും സാമ്പത്തിക സഹായം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ധനസമ്പത്ത് ഈ രാജ്യത്തെ തകർക്കുവാനുള്ള സാമ്പത്തിക സ്രോതസ് അയച്ചു കൊടുക്കുന്ന ശക്തികൾക്ക് വല്ലാത്ത അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വേളയിൽ ആ സമ്മേളനം എങ്ങനെയും പുറത്തു നിന്ന് മുടക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു 2 ആഴ്ച മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വ്യാജഗാന്ധി കുടുംബത്തിലെ യുവരാജാവ് പപ്പു രഹസ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ കുടുംബത്തെ കാണാനാണ് പോകുന്നതെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതിലേക്ക് നാം കടക്കുന്നില്ല. പക്ഷേ ഈ യാത്രകളെക്കുറിച്ച്, പപ്പുവിൻ്റെ രഹസ്യ യാത്രകളെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ സത്യമായിട്ട് വരുന്നയൊന്ന്, എപ്പോഴൊക്കെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 3 വർഷങ്ങളായി പപ്പു രഹസ്യയാത്രകൾ കഴിഞ്ഞ് ഭാരതത്തിൽ മടങ്ങിയെത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഭാരതത്തിൻ്റെ തെരുവുകളിൽ ഉണ്ടായിട്ടുണ്ട്. പലതും കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിച്ച് അടിച്ചമർത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വിജയിച്ചിട്ടുണ്ട്, സംസ്ഥാന സർക്കാരുകളും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ ഒരു തുടർക്കഥയായി മാറുകയാണ് പപ്പുവിൻ്റെ കാര്യത്തിൽ. ഇനി മുന്നോട്ടിറങ്ങാൻ പോകുന്നത് ഒരുപക്ഷെ ഈ CJPയുടെ ഈ പാറ്റ പാർട്ടികളുടെ പിന്തുണയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അനുയായികൾ എന്നുള്ള ഭാവത്തിൽ മറ്റേതെങ്കിലും ശക്തികളായിരിക്കും. അവർ പാർലമെൻറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പദ്ധതിയിട്ടിട്ടുണ്ട്. പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്തു അവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയോ ചെയ്യണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഈ പാറ്റകളുടെ സമരത്തെക്കുറിച്ചൊന്ന് ഹ്രസ്വമായി പരാമർശിച്ച മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കർഷക സമരത്തിൻ്റെ ഒരു പുതിയ രൂപമാണിത്. കർഷക സമരത്തിൻ്റെ കാലത്ത് പോലീസിൻ്റെ വെടിവെപ്പുണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ സമരത്തെ തള്ളിവിടുവാൻ സമരക്കാരുടെ നേതാക്കൾ ശ്രമിച്ചിരുന്നു. 60 ആംബുലൻസുകൾ അത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടായാൽ മരിക്കുന്ന ആളുകളുടെ ശവശരീരങ്ങൾ കൊണ്ട് ജാഥയായി ഡൽഹിയിൽ നഗരപ്രദർശനം നടത്തണം, തിരിച്ച് പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും അത്തരത്തിലുള്ളൊരു പ്രദർശനപരതയോട് കൂടിയിട്ടുള്ളൊരു യാത്ര നടത്തണം, ഒരു ഘോഷയാത്ര പോലെ കൊണ്ട് നടക്കണം എന്നുള്ള രീതിക്ക് തന്നെ 60 ആംബുലൻസുകൾ അവർ തയ്യാറാക്കി നിർത്തിയിരുന്നു. പോലീസ് സംയമനം പാലിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, കർഷക നേതാവിൻ്റെ നിയന്ത്രണം വിട്ട് അയാൾ ഒടുവിൽ ചോദിച്ചു പോയി, പോലീസ് എന്തുകൊണ്ട് കർഷകർക്ക് നേരെ നിറയൊഴിക്കുന്നില്ല എന്ന്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കുവാൻ ഇവിടെയും ശ്രമങ്ങളുണ്ടാകും. ഈ കാര്യം ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നതാണ് പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ ഒരു പ്രവചനം പോലെ പറഞ്ഞതാണ്. ആ പ്രവചനം സത്യമാകുന്ന തരത്തിലേക്കാണ് ദൗർഭാഗ്യവശാൽ കാര്യങ്ങൾ പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രകടനങ്ങളുടെ ചെറിയ കനലിലേക്ക് പെട്രോൾ കോരി ഒഴിക്കുന്ന പണിയാണ് ഇപ്പോൾ ഇവിടെ ഈ മുതിർന്ന മാധ്യമപ്രവർത്തകനാവട്ടെ സിനിമാ താരങ്ങളാവട്ടെ അവരൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു ആശയത്തോട് ഈ പാറ്റകളുടെ ആശയങ്ങൾ ഇഴുകിച്ചേർന്ന് പോകുന്നത് കൊണ്ടല്ല, ആ ആത്മാർത്ഥത കൊണ്ടല്ല ഇത്തരത്തിലുള്ള എരുതിയിൽ എണ്ണ ഒഴിക്കലെന്നുള്ള പ്രക്രിയകൾ ചെയ്യുന്നത്. അടിസ്ഥാനപരമായിട്ട് പുറമേയുള്ള ശക്തികൾ അവരെയും വിലക്കെടുത്ത് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു വിശദീകരണവുമില്ല കൃത്യമായിട്ട്. കാരണം ഈ പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്. വടക്കേ ഇന്ത്യയെക്കുറിച്ച് ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പറയുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞ് സഹപ്രവർത്തകരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നാണ് ദോഷൈക ദൃക്കുകൾ പറയുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ഗവേഷണം ചെയ്ത് മാത്രമേ ഒരു വീഡിയോ അവതരിപ്പിക്കുകയുള്ളൂ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഗുണഗണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സോനം വാങ്ചുക്കിൻ്റെ
അത് തന്നെ ഒരു കള്ളമായിട്ട് അവതരിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു രീതി ഇയാൾക്കുണ്ട്. ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ ഒരു തിരിച്ചടി അത് കർഷകർ കാരണമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അടിസ്ഥാനപരമായിട്ട് ജാതി പറഞ്ഞ് ഉള്ള കാർഡ് ഇറക്കി അതിനെ കൃത്യമായിട്ട് ആദ്യമായിട്ട് അതിനെ നേരിട്ട സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് ആയില്ല. യു പിയിൽ അതിൻ്റെ ഒരു നഷ്ടമുണ്ടായി, മറ്റ് ചില സംസ്ഥാനങ്ങളിലും അതുണ്ടായി. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും ഈ ജാതി കാർഡ് പ്രയോജനപ്പെട്ടിട്ടില്ല എതിരാളികൾക്ക്. അത് 16ആയി വലിച്ചു കയറി അവരുടെ മടിക്കുത്തിൽ തന്നെ വെച്ച് കൊടുത്ത് പിന്നാമ്പുറത്തൊരു ചവിട്ടം കൊടുത്ത് ബി ജെ പി വിടുകയായിരുന്നു. ഹരിയാനയിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും. കേരളത്തിലൊഴികെ, കർണാടകത്തിലൊഴികെ, ഹിമാചൽ പ്രദേശിലൊഴികെ പ്രധാന എതിരാളി ബി ജെ പിയുടെ പ്രധാന എതിരാളി ഞങ്ങളാണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ ജിഹാദികൾ കാണുന്ന ബി ജെ പിയുടെ എതിരാളിയായി കാണുന്ന കോൺഗ്രസിനോ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ബി ജെ പിക്ക് നേട്ടങ്ങളുടെ മേൽ നേട്ടമായിരുന്നു. ഏറ്റവും അവസാനത്തെ മകുടത്തിലെ മണി പോലെ അവർക്ക് ലഭിച്ച കീർത്തിയാണ് പശ്ചിമ ബംഗാൾ. അസാമിൻ്റെ ഒന്നും കാര്യം പറയേണ്ടതേയില്ല. അതുകൊണ്ട് തന്നെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് ബി ജെ പിയുടെ ഒരു പ്രയാണമുണ്ടല്ലോ. ആ പ്രയാണത്തെ തടയുവാൻ ഇവർ പരമാവധി ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പാസ്സാകുവാൻ പോകുന്ന ബില്ലുകളുടെ കാര്യത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ ബി ജെ പി തടുക്കുവാൻ സാധിക്കാത്തൊരു യാകാശുമമായി അവരുടെ വിജയപ്രയാണം തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും അങ്കലാപ്പ് ദേശീയ തലത്തിൽ തന്നെ സെലിബ്രിറ്റികൾ മുതൽ ഇത്തരത്തിലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഓരോരോ അവതാരങ്ങൾ വരെ ഉള്ളവരിൽ ഉണ്ടാകുന്നത്. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പുറത്തുള്ള അങ്കലാപ്പുകളുണ്ട്. അതിന് പുറമെ വാങ്ങിയ തുകയോടുള്ള കൂറ് കാണിക്കണമെന്നുള്ള അങ്കലാപ്പുമുണ്ട്. എന്നാൽ ഈ പാറ്റകളാകട്ടെ അടിസ്ഥാനപരമായിട്ട് അടിമുടി ഉടായിപ്പാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഭാരതത്തിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. എങ്ങനെ ഈ ജന്തർ മന്തർ സമരം ഒന്ന് കത്തിച്ച് പാർലമെൻറ്റിൻ്റെ മുൻപിലേക്ക് എത്തിച്ച് പാർലമെൻറ്റ് സമ്മേളനം മുടക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂലങ്കുഷമായ ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിലും ഭാരതത്തിലൊട്ടാകെയും തിരശ്ശീലയ്ക്ക് പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അതിൻ്റെ മുൻപിൽ ഇനി വന്ന് നിൽക്കുവാൻ പോകുന്നത് വ്യാജഗാന്ധി കുടുംബത്തിലെ യുവരാജാവ് പപ്പു ആയിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവങ്ങൾ വികസിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അത് യോജിപ്പായാലും വിയോജിപ്പായാലും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.